ഉത്തര കേസിൻ്റെ വിധി ഇന്ന് വന്നു. കൊല്ലത്തെ 6th അഡീഷണൽ സെഷൻ ജഡ്ജി MD മനോജാണ് വിധി പറഞ്ഞത്. മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു കോടതി എന്തൊക്കെയാണ് ഫൈൻഡ് ചെയ്ത്, എന്തൊക്കെയാണ് കുറ്റവാളിയാണെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു കോടതി. അതിനുശേഷം ഇന്നത്തേന് ശിക്ഷാവിധി പറയാനായിട്ട് വെച്ചു. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയാണിത്. ആകാംക്ഷയോടെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ജഡ്ജ് പറയുന്നതെന്ന് എല്ലാവരും അത് ഫോളോ ചെയ്തിരുന്നു. സർവ്വ ചാനലുകളും ഈ ഉത്തര കേസ് തന്നെയായിരുന്നു കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. കാരണം വളരെ റെയറായിട്ട് ഇന്ത്യയിലുണ്ടായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. കാരണം ഇന്ത്യയിൽ സമാന രീതിയിലുള്ള കേസുകൾ ഇല്ല എന്ന് പറയാം. എങ്കിലും 2 കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നാഗപ്പൂരാണ് മഹാരാഷ്ട്രയിൽ, മറ്റൊന്ന് രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനി കേസ് ഈ ഉത്തര കേസിൻ്റെ ട്രയൽ തീരുന്ന മുറയ്ക്കും അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരാറായപ്പോൾ സുപ്രീം കോടതി വരെ നിരീക്ഷിച്ചിരിക്കുന്നു. കാരണം സുപ്രീം കോടതി രാജസ്ഥാനിൽ നിന്ന് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ആ കേസിന് ജാമ്യത്തിനായിട്ട് പോയി. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന കേസിലേക്ക് ജാമ്യത്തിന് വേണ്ടി പോയപ്പോൾ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു കൊടുത്തില്ല. അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷണത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ AN രമണ പറഞ്ഞു, ഇതേ സമാന രീതിയിലൊരു കേസ് കേരളത്തിൽ ഉണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ശ്രദ്ധ ഇന്ത്യയിലുള്ള സർവ്വ അഡ്വക്കേറ്റ്സിൻ്റെയും സർവ്വ ജനങ്ങളുടെയും ശ്രദ്ധ ഈ കേസിലേക്ക് വന്ന ഒരു കേസാണ്. ഇതിനകത്ത് ഈ കോടതിയുടെ വിധി എല്ലാവരും കാതോർത്തിരുന്നു. മിനിഞ്ഞാന്ന് കോടതി ഫൈൻഡ് ചെയ്തു ഇവൻ കുറ്റക്കാരാണെന്ന്. അപ്പോൾ അതിനകത്ത് 302 കൊലപാതകം, മർഡർ, 302 IPC ഇന്ത്യൻ പൗണൽ കോഡിലെ 302 കൊലപാതകത്തിനുള്ള അത് കോടതി ഫൈൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ അത് മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നതിനാണ് 302. അണലിപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ആൾ മരിച്ചില്ല, ട്രീറ്റ് ചെയ്തുകൊണ്ട് അവശയായി പോയി. എങ്കിലും അതൊരു വധശ്രമമായിട്ട് കോടതി 307 കോടതി ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഒന്ന് കൊലപാതകം, കരിമൂർഖനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നത്, അണലിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് മരിച്ചില്ല, അതുകൊണ്ട് വധശ്രമം 307. പിന്നെ കോടതി ഫൈൻഡ് ചെയ്ത് 328 IPC ആണ്. ഒരാളുടെ മനുഷ്യ ശരീരത്തിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് വിഷം കയറ്റി കൊന്നതിനാണ് 328 എന്നുള്ള വകുപ്പ്. കാരണം ആ ഒരു മെത്തേഡിന് 328 ഇന്ത്യൻ പീനൽ കോഡിൽ കിടക്കണം. 10 വർഷമാണ് അതിൻ്റെ ശിക്ഷ. വീണ്ടും കോടതി ഫൈൻഡ് ചെയ്തത് തെളിവ് നശിപ്പിച്ചു 2 കേസിൽ. കരിമൂർഖനെ കൊണ്ട് കൊന്ന കേസിൻ്റെ തെളിവ്, അത് ഞാൻ കുറേ ദിവസം കൊണ്ടത് പറയുകയാണ്. കരിമൂർഖനെ കൊണ്ട് കൊന്നത് വെപ്പൺ, ആയുധം. ഏതായുധം കൊണ്ടാണ് കൊന്നത്? ജീവനുള്ള പാമ്പിനെ കൊണ്ട്. അപ്പോൾ ജീവനുള്ള ആയുധമാണത്. കേരളത്തിൽ നമുക്കറിയാം ധാരാളം കൊലപാതകങ്ങൾ മിക്കവാറും ദിവസങ്ങൾ നടക്കുന്നതാണ്. കത്തി, വടി, അതുപോലെ വാള്, കോടാലി, ഇങ്ങനെ സർവ്വമാരകായുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് കയറ് മുറുക്കി കൊല്ലുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വെപ്പണുണ്ട്, ആയുധമുണ്ട്. ആ ആയുധം ഇവിടെ ജീവനുള്ള ഒരു ആയുധമായിരുന്നു. അത് പാമ്പായിരുന്നു, ഉഗ്രവിഷമുള്ള പാമ്പ്. അപ്പം പാമ്പിനെ അവർ കൃത്യത്തിന് ശേഷം സൂരജ് ആ പാമ്പിനെ, ആദ്യത്തെ അണലി റസൽ വൈപ്പർ, അതിനെ തല്ലിക്കൊന്നു, അതിനെ കുഴിച്ചിട്ടു. രണ്ടാമത് കരിമൂർഖനെ തല്ലിക്കൊന്നിട്ടുണ്ട്, അതും കുഴിച്ചിട്ടു. അപ്പം വെപ്പൺ, ആയുധം കുഴിച്ചിട്ടു. എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തി. അത് പ്രതിയോട് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിരുന്നു. അതാണോ ആയുധം? അത് വെറ്റിനറി സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു. അപ്പോൾ അത് ഒരു പോസ്റ്റ്മോർട്ടം പാമ്പിനെ ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമാണ്. ധാരാളം മർഡർ കേസ് ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിലും നിയമപരമായി കൃത്യമായി ഒരു നടപടി എടുത്തത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പാമ്പിനെ ഈ കേസിനകത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടും അതെല്ലാം തെളിവായിട്ട് വന്നു.
മറ്റത് രണ്ടാമത്തെ പാമ്പിനെയും ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തു, അതും തെളിവായി. അപ്പോൾ ഈ വെപ്പൺ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അതുകൊണ്ട് 201 അതിനകത്ത് ഫൈൻഡ് ചെയ്ത് കോടതി. തെളിവ് നശിപ്പിച്ചു 2 കേസിലും. ഈ കേസിലേക്ക് കോടതി ആദ്യത്തെ കൊലപാതകത്തിന് ജീവപര്യന്തം തടവ്, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു. 307 രണ്ടാമത്തെ കേസിനകത്ത്, വധശ്രമത്തിൻ്റെ കേസിനകത്ത് ജീവപര്യന്തം തന്നെ കൊടുത്തു. ആൾ മരിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പ്രവൃത്തിയും ചെയ്തത്. അതുകൊണ്ട് അത് ഒരു ജീവപര്യന്തം, 2 ജീവപര്യന്തം അങ്ങനെയാണ്. 308 കാരണം പാമ്പിൻ്റെ കൊണ്ട് ഒരാളുടെ മനുഷ്യ ശരീരത്തിൽ കടിപ്പിച്ച് വിഷം ഉള്ളിക്കയറ്റി അങ്ങനെ കൊന്നത്. 328 10 വർഷം ശിക്ഷ കൊടുത്തു. തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം ശിക്ഷ കൊടുത്തു. 17 വർഷം തടവും 5 ലക്ഷം പിഴയും 2 ജീവപര്യന്തമാണ് സൂരജിന് കൊടുത്തിരിക്കുന്നത്. കോടതി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ഈ 17 വർഷത്തെ തടവ് അനുഭവിച്ച ശേഷം മാത്രം ജീവപര്യന്തം തുടങ്ങിയാൽ മതി. പിന്നെ മരണം വരെ കിടക്കണം. 2 ജീവപര്യന്തമുണ്ട്. അതുകൊണ്ട് ഇനി ആൾ വെളിയിലോട്ട് വരുമോ ഇല്ലയോ എന്നും ഇങ്ങനെയുള്ള കാര്യം ഇപ്പോഴത്തെ വിധി അനുസരിച്ച് പുറം ലോകം കാണാൻ സാധിക്കില്ല. ഇനി അപ്പീലുണ്ടാവും ഹൈക്കോടതിയിൽ, അവിടുന്ന് സുപ്രീം കോടതി വരെ പോവും. കാലഘട്ടങ്ങളും സമയമെടുക്കും. പണം ഉണ്ടെങ്കിൽ സൂരജിന് വലിയ വലിയ അഡ്വക്കേറ്റ്സിനെ നിയമിക്കാം, ബാധിക്കാം. പക്ഷേ ഈ കേസിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഇത് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അശോകൻ എന്ന DYSP ആണ്. അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുന്നു. അന്ന് പത്തനംതിട്ടയിലെ കൊല്ലം ജില്ലയിലെ അവിടുത്തെ SP ആയിരുന്ന ഹരിശങ്കറുണ്ട്. IPS ജൂനിയർ ഓഫീസറാണ്. അദ്ദേഹം നന്നായിട്ട് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നു, സൂപ്പർവൈസ് ചെയ്തിരിക്കുന്നു. അശോകൻ്റെ ഒപ്പം നിന്നു. 2 പേരുടെയും ശ്രമഫലമായി തന്നെ ധാരാളം ഓഫീസേഴ്സ് ഇവരോട് സഹകരിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കുന്നില്ല. ഈ 2 പേരും വളരെ നന്നായിട്ട് ഈ കേസ് അന്വേഷിച്ചു. അതിനകത്ത് സാധ്യമായ തെളിവുകളെല്ലാം കോർത്തിണക്കി. ഇത് സാഹചര്യ തെളിവിൽ ഉള്ള ഒരു കേസാണ്. ഒറ്റ സാക്ഷിയില്ല. കംപ്ലീറ്റ് ഈ കേസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സാഹചര്യ തെളിവിലാണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്ത് പോയിരിക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ സാഹചര്യ തെളിവിന് ഇത്രയും കൂടുതൽ എവിഡൻസ് ശേഖരിച്ചൊരു കേസുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എല്ലാം ശാസ്ത്രത്തിൽ, ഫോറൻസിക്കിൽ അധിഷ്ഠിതമായത് അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. സാഹചര്യത്തിൽ പല സാഹചര്യം നമ്മൾ കോടതിയെ നറേറ്റ് ചെയ്യും പറയുമെങ്കിലും ഇതുപോലെ സയൻറ്റിഫിക്കായ എവിഡൻസാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൻ്റെ ശിക്ഷ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഒരു തൂക്കിക്കൊല ഉണ്ടാകും എന്നായിരുന്നു. പക്ഷേ ഞാൻ കോടതിയെ അഭിനന്ദിക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ്. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ അഡീഷണലായിട്ടുള്ള പ്രോസിക്യൂട്ടറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ എല്ലാവരെയും യോജിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കാൻ കൊടുക്കും. നമുക്കെല്ലാവരും ആഗ്രഹിച്ചു ഇതൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, തൂക്കിക്കൊലയിലോട്ട് പോകണം എന്ന് പലരും ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇതിനകത്ത് റയറസ്റ്റ് ഓഫ് റയർ കേസ്, അങ്ങനെ അല്ലെങ്കിൽ അപൂർവമായ കേസിലൊന്നാണ് എന്നൊരു ഫൈൻഡിങ്ങിന് വരും. അപ്പം അങ്ങനെ ഒരു ഫൈൻഡിങ് വരാൻ ചില കാര്യങ്ങൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 1980 സുപ്രീം കോടതി. കാരണം എല്ലാ കേസിനകത്തും കൊലപാതകത്തിന് തൂക്കുകയർ ഓർ ജീവപര്യന്തം. ഇത് ഓരോ ജഡ്ജിൻ്റെ യുക്തിക്കനുസരിച്ചാണ്. അതിൻ്റെ ഗ്രാവിറ്റി, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ആ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് തൂക്കുകയർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ 1980 ബച്ചാൻ സിംഗ് വേഴ്സസ് ബച്ചാൻ സിംഗ് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് പഞ്ചാബ്, ആ കേസിലാണ് 1980 സുപ്രീം കോടതി പറഞ്ഞു കാണുന്നവരെയൊക്കെ തൂക്കാൻ പറ്റില്ല, റയറസ്റ്റ് ഓഫ് റയർ, അപൂർവതയിൽ അപൂർവമായ ഒരു ക്രൈമിന് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കേസിനകത്താണ് ഇന്ത്യയിൽ 1980 പോലെ എല്ലാ കേസിനകത്തും ഇങ്ങനെ സുപ്രീം കോടതി നിരീക്ഷിച്ച 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തൂക്കുകയർ കൊടുക്കാം ജില്ലാ ജഡ്ജിമാർക്ക്. അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് തൂക്കുകയറിലോട്ട് മാറ്റാം. പക്ഷേ 5 കാര്യങ്ങൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്.
അത് ഓരോ കേസിലും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിനകത്ത് ഒരു 5 കാര്യത്തിൽ ഒന്ന് പ്രീ പ്ലാൻഡ് മർഡറാണ്. കാരണം ഇത് ഈ ഉത്രയെ കൊല്ലണമെന്ന് തീരുമാനിച്ചെടുത്തിട്ട് ചെയ്ത പ്രവൃത്തിയാണ് പ്രീ പ്ലാൻഡ് മർഡർ. ആ കുട്ടിയെ കല്യാണം കഴിച്ച് ശേഷം ആ കുട്ടിയുടെ സ്വത്തുകൾ തട്ടിയെടുക്കണം, കൂടുതൽ സ്വത്തുകൾ കവരണം. ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം ആ കൊച്ച് ഉണ്ടാകുന്നവർ വരെ അയാൾ വെയിറ്റ് ചെയ്തു. ആ കുട്ടിയെ കല്യാണം കഴിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ നശിപ്പിക്കണം, വേറൊരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ കയറി. പക്ഷെ ഒരു കുട്ടിയുണ്ടായിപ്പം ആ ഒരു ജീവൻ എടുക്കാതെ സൂരജിന് വേണമെങ്കിൽ ഫാമിലി കോടതി പോയി ഒരു ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്ത് സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു. ആ കുട്ടിയുടെ പ്രോപ്പർട്ടി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അത് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇത് ആ ഒരു അവസരം അയാൾ ഉപയോഗിച്ചില്ല. അത് കൂർമ്മബുദ്ധി, വക്രബുദ്ധി കൂടുതലായതുകൊണ്ടാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അയാൾ എന്തുകൊണ്ട് ഫാമിലി കോടതി കേസിൽ പോയില്ല, അതിൻ്റെ കാരണം കൊച്ചു ജീവിച്ചിരുന്നെങ്കിൽ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ കൊച്ചിലോട്ട് വരും, ആ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കണം. കാരണം അയാളുടെ ആ വളർച്ച ആ രീതിയിലായിരുന്നു. പണത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യജീവിതം എന്ന് കണക്കാക്കുന്ന വ്യക്തിയാണ് അയാൾ. അതുകൊണ്ടാണ് ഒരു ഫാമിലി കോടതി പോയി ഒരു ഡൈവോഴ്സ് കേസ് വാങ്ങാതെ ആ കുട്ടിയെ സംരക്ഷിച്ച് കുട്ടിയെ കൈവശപ്പെടുത്തി ആ കുട്ടിയുടെ പേരും പറഞ്ഞ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുക്കാൻ അതിന് ഉത്രയുടെ കൊലപാതകം പ്ലാൻ ചെയ്തു. അപ്പം പ്രീ പ്ലാൻഡ് മർഡർ അത് കോടതി നിരീക്ഷിച്ചു, ഇതൊരു പ്രീ പ്ലാൻഡ് മർഡറാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം ബ്രൂട്ടലായിട്ടുള്ള മർഡറാണ്. വെരി ബ്രൂട്ടലായിരുന്നു ഈ കേസിനകത്ത്. എത്ര ക്രൂരമായ പൈശാചികമായ കൊലപാതകമായിരുന്നു. മൂന്നാമതൊരു കോൾഡ് ബ്ലഡഡ് മർഡറാണ്. കാരണം കുട്ടിക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്യാനോ കുട്ടി സ്വന്തം ഭർത്താവ് കൊല്ലുമെന്നോ ഒരു വിചാരമില്ലാതെ ആ കുട്ടിയെ കൊലപ്പെടുത്തി. അങ്ങനെ ഒരു വിചാരം പോലും വന്നിട്ടില്ല, ഡിഫെൻഡ് ചെയ്യാനും പറ്റാത്ത ആ രീതിയിലുള്ള ഒരു കോൾഡ് ബ്ലഡഡ് മർഡറാണ്. ഇത് ആ കൊച്ചിനെ രക്ഷപ്പെടാനുള്ള ഒരവസരവും കൊടുത്തില്ല. അതാണ് നാലാമത്തെ കാര്യം ഞാൻ പറയണത്. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യത്തെ അണലിയെ കൊണ്ട് കടിപ്പിച്ചത് ഫെയിലിയറായി, തോറ്റുപോയി, അത് നടന്നില്ല. മനസ്സ് മാറുകയില്ല, വീണ്ടും അടുത്ത നമ്പർ ഇറക്കുകയാണ്. അതിലും ക്രൂരമായ രീതിയിൽ അടുത്ത കൊലപാതകം പ്ലാൻ ചെയ്യണം. അയാൾ ആദ്യത്തെ അണലിയെ കൊണ്ട് കടിച്ചപ്പം എന്തുകൊണ്ട് കുട്ടി മരിച്ചില്ല എന്ന് വന്നപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തത് അതിനെ ആശുപത്രി കൊണ്ടുവന്നില്ലല്ല, ആ വിഷം എന്തുകൊണ്ട് ഏറ്റില്ല, ഇൻ്റർനെറ്റിൽ കയറിയിരിക്കുന്നു. അയാൾ ഈ കൊലപാതകം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അണലി കടിച്ചാലുള്ള വിഷത്തെപ്പറ്റിയും മൂർഖം പാമ്പ് കടിച്ചാലുള്ള വിഷത്തെപ്പറ്റിയും ഇതേപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിരിക്കുന്നു. അങ്ങനെ പഠിച്ച് ആദ്യത്തെ ഫെയിലിയറായി, വിട്ടില്ല. ആദ്യത്തെ ഫെയിലിയർ തൻ്റെ വീട്ടിൽ വെച്ചാണ് അണലിയെ കൊണ്ട് കടിപ്പിച്ചത്. 3 പ്രാവശ്യം അണലിയെ കണ്ട് ആ കൊച്ച് ഒരു പ്രാവശ്യം അണലി ഓടിപ്പോകുന്ന കണ്ടു. എന്നിട്ടും അതിന് മനസ്സിൽ ഒരു പേടിയോ ഭയമോ തോന്നിയില്ല, ഭർത്താവാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. ഏതായാലും പുഷ്പരാജൻ എന്ന് പറഞ്ഞ ഒരു SI ആണ് അഞ്ജലി കേസെടുത്തത്. ആ SIക്ക് അന്നത്തെ ദിവസം തന്നെ FIR എടുത്തപ്പം തന്നെ മനസ്സിലോട്ട് ഓടി വന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യം. ആ ഒരു അയാളെ അഭിനന്ദിക്കുന്നു പുഷ്പരാജനെ ഞാൻ. കാരണം കേസ് രജിസ്റ്ററിൽ പാമ്പ് കടിച്ച സർപ്പദംശനം എന്നാണ് ഇന്ത്യയിലെല്ലാവരും പറയണത്. അത് നമ്മൾ ക്രൂരപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് വന്ന് സർപ്പം നമ്മളെ കടിച്ചതെന്ന് പുരാണം പോലെ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോരുന്നു. അങ്ങനെ സർപ്പത്തെ നമ്മൾ ആരാധിക്കുന്നു, സർപ്പത്തിൻ്റെ ക്ഷേത്രങ്ങൾ പല സ്ഥലത്തുമുണ്ട്. അപ്പോൾ സർപ്പദംശനം ദൈവകോപമാണ് എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ആ SIക്ക് തോന്നി ഇത് സർപ്പകോപമൊന്നുമല്ല, സർപ്പത്തിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലിച്ചതാണ്. അവിടെയാണ് ആ കേസിൻ്റെ അന്വേഷണം അവിടെ മൂലം മാറുകയാണ്. പക്ഷേ എന്നെപ്പോലെയുള്ളവർ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ന്യൂസ് 18 ഇവിടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5-ാം ദിവസം തന്നെ ഞാനത് പറഞ്ഞു, ഇതൊരു കൊലപാതകമാണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ തന്നെ പറഞ്ഞത്. അതിനുശേഷം എത്രയോ ദിവസം കഴിഞ്ഞാണ് ആ കേസെടുക്കുന്നതിന്. ഈ ഒരു സംഭവം വീട്ടുകാർക്ക് സംശയം പറഞ്ഞ് ചാനലിൽ വന്നപ്പം തന്നെ ഇതൊരു കൊലപാതകം തന്നെയാണ്, അതെന്തായാലും കൊലപാതകമാണെന്ന് കോടതി പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇപ്പം റയറസ്റ്റ് ഓഫ് റയർ കേസിനകത്ത് 3-4 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 5-ാമത്തെ കാര്യം, ഈ കേസിനകത്ത്
ആ കുട്ടിക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലാതെ ഉള്ള രീതിയിലൊരു മർഡർ തന്നെയാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, ആ കുട്ടി അല്ലെങ്കിൽ പ്രതിക്ക് ഈ 4 കാര്യങ്ങളും ബ്രൂട്ടലായിട്ടുള്ള മർഡറിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്നു. 5ാമത്തെ കാര്യം, പ്രതിക്ക് മുൻകാലത്ത് എപ്പോഴെങ്കിലും ക്രിമിനലായിട്ടുള്ള ഏതെങ്കിലും കേസുകളുണ്ടോ? ആൾ ചെറുപ്പക്കാരനാണ്, റിഫോം ചെയ്തെടുക്കാം. ആ ഒരു ജീവൻ എടുക്കാൻ പോലും കോടതി തയ്യാറാകുന്നില്ല. ഒരു ജീവൻ എടുത്ത ആളാണ്. ആ ആൾ ഇനി അയാൾക്ക് റിഫോം ചെയ്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ടെൻഡർ ഏജാണ്, പ്രായം കുറഞ്ഞ വ്യക്തിയാണോ എന്നുകൂടെ പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇവിടെ എല്ലാവരും നമ്മളെല്ലാം തൂക്കുകയറാണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കോടതി ആ മനോജ് MT എന്ന് പറയുന്ന ജഡ്ജ് കൃത്യമായ നിരീക്ഷണമായിരുന്നു. എത്ര ആൾക്കൂട്ടം ഉണ്ടായാലും ശരി, എത്ര പേര് കോടതി കയറിയാലും ശരി, ഏതെല്ലാം ചാനൽ തൂക്കണമെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അചഞ്ചലമായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. അതൊന്നും ബാധിച്ചില്ല. വളരെ ജസ്റ്റിഫൈ ആയിട്ടുള്ള ഒരു വിധി തന്നെ ഇത്, അതിന് സംശയിക്കില്ല. കാരണം കൃത്യമായ നിരീക്ഷണം ഇത് ഫൗണ്ട് ചെയ്തു. അല്ലെ, നമുക്കറിയാം 302, 307, 328, 201 ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്തിപ്പം സ്വാഭാവികമായിട്ടെല്ലാവരും നിരീക്ഷിച്ചു ഇതൊരു തൂക്കുകയറ് കൊടുക്കും, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം സുപ്രീം കോടതിയുടെ ആ റെയറസ്റ്റ് ഓഫ് റെയർ പട്ടികയിൽ ബച്ചാർ സിംഗിൻ്റെ വേഴ്സസ് ബച്ചാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൻ്റെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ജഡ്ജ് നിരീക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നല്ല അഗാധമായ പാണ്ഡിത്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അഗാധമായ നിരീക്ഷണം തന്നെയാണ്. ഏതായാലും ജഡ്ജിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു തൂക്കുകയറുന്ന്. പക്ഷേ അത് ഹയർ കോടതി കൊടുത്തോട്ടെ. 5 കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പം 4 കാര്യം ഉള്ളൂ. 1 കാര്യം 28 വയസ്സേ ഉള്ളൂ പ്രതിക്ക്. അതുകൊണ്ട് റിഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് ഇയാൾക്ക് പ്രീവിയസ് ആയ ഒരു ക്രിമിനൽ ഹിസ്റ്ററിയുമില്ല. അതുകൊണ്ടാണ് കോടതി 2 ജീവപര്യന്തവും അതുപോലെ തന്നെ 10 വർഷത്തെ ഒരു തടവും 17 വർഷത്തെ തടവും വിധിച്ചത്. ഈ 17 വർഷത്തെ തടവ് തീർന്ന ശേഷം മാത്രമേ ജീവപര്യന്തം തുടങ്ങാൻ ഒക്കുള്ളൂ, 2 ജീവപര്യന്തം. അതുകൊണ്ട് ആ വിധി അപ്ഹെൽഡ് ചെയ്യുകയോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയോ ചെയ്താൽ ജീവിതാവസാനം വരെ ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഈ പ്രതിക്കുണ്ട്.